എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1339 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം സ്വന്തം ഡോക്ടർ CN ശ്രീധരക്കുറുപ്പ് സാറാണ്. സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ഹലോ, മറിയാമ്മ ഡോക്ടറുടെ നെറ്റ് പോയെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കരനായ ശ്രീധരക്കുറുപ്പ് സാറ് CCRH മുൻ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. എന്ന് മാത്രമല്ല IHMA എന്നീ വേദികളിലൊക്കെ നിരന്തരം ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. സാറ് കുറിച്ചി ആതിരാശ്രമ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായതിനു ശേഷം പിന്നീട് വിവിധ തലങ്ങളിലായിട്ട് ഇടയ്ക്ക് കുറച്ചുനാൾ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും സാറ് തിരിച്ച് CCRHൽ പ്രവേശിക്കുകയും അവിടെ തുടർച്ചയായി വർക്ക് ചെയ്യുകയും വിവിധ രാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ CCRHകളിൽ വർക്ക് ചെയ്യും വളരെ പ്രശസ്തമായ രീതിയിൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. അതിനുശേഷം ഇപ്പോഴേ ഈ ഒരു പ്രായത്തിലും അദ്ദേഹം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യോഗ പഠിച്ചു, പലതരം ട്രാൻസിഷണൽ അനാലിസിസ് പഠിച്ചു, സൈക്കോളജി പഠിച്ചു, അങ്ങനെ വിവിധ മേഖലകളിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറ്. എന്തായാലും മറിയാമ്മ ഡോക്ടർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷനിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് മൗന പ്രാർത്ഥനയാണ്. സാറിന് വീഡിയോ ഓൺ ആക്കുകയും ചെയ്യാം. ഇവിടെ ചില ഇഷ്യൂ ഇതുകൊണ്ട് റേഞ്ചിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ കാണത്തില്ല. സോറി. അതിന്റെ ഇത് വീഡിയോ കാണാം സാറേ. സാറേ ഇപ്പൊ വീഡിയോ കാണുന്നതിന്റെ അല്ല, ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല, സാറ് തുടർന്നോളൂ. ഡോക്ടർ ഇപ്പൊ ഒന്നുകൂടെ സാറിനെ വിളിക്കും. നമ്മൾ ഈശ്വര പ്രാർത്ഥനയാണ്. സാർ അപ്പൊ കയറി സംസാരിച്ചു പോയി. ഓക്കെ ഓക്കെ ഓക്കെ, കഴിഞ്ഞോട്ടെ. നന്ദി. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം സ്വന്തം ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. സാറ് 45 വർഷത്തെ ചികിത്സാനുഭവങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ CCRHലെ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസറായിട്ട് ആണ്. ഇതിനോടകം അനേകം ക്ലാസ്സുകൾ നമുക്ക് എടുത്ത് നമ്മളെ സഹായിച്ചിട്ടുള്ള സാറ് ഇന്ന് നമ്മളോട് വിഷചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിലും ചികിത്സാ അനുഭവങ്ങളുമാണ് നമ്മളോട് പങ്കിടുന്നത്. സാറിന് ഈ വിഷയത്തെ ക്ലാസ് എടുക്കുന്നതിന് ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി. അതായത് ഇന്ന് ഞാൻ ആദ്യമേ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും പ്രത്യേകിച്ച് സാമൂഹികന്മാരും അതുപോലെ തന്നെ എന്നെ വിഷചികിത്സ പഠിപ്പിച്ച ഡോക്ടർ കൊർണോലിയസ് എന്ന് പറയും, കുണ്ടറയിലാണ്. അദ്ദേഹം 1975 പാമ്പുകടി കൊണ്ട് തന്നെ മരിച്ചുപോയി. ഒരു ബാബാ സുരേഷ് പോലെ തന്നെയായിരുന്നു. പാമ്പ് പിടിക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പുള്ളിയുടെ ഒരു ദുർസ്വഭാവം കൊണ്ട് പാമ്പ് കടിച്ചത് അറിഞ്ഞില്ല. മരുന്നൊക്കെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അറിഞ്ഞില്ല. പുള്ളി മരിച്ചുപോയി. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ചിലതൊക്കെ പഠിക്കാൻ പറ്റി. പാമ്പ് പിടിക്കാനും ചികിത്സിക്കാനും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യം പഠിച്ചത്. പിന്നെ ഞാൻ എൻ്റെ വഴിയിലൂടെ ഹോമിയോപ്പതിയിൽ പല പല ചികിത്സകളും നടത്തുകയും അതിൽ നിന്നുള്ള അനുഭവങ്ങളാണ് ഇന്ന് ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. അത് ആദ്യം
നമുക്ക് പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. അതായത് ഈ അടുത്ത കാലത്ത് 1-2 കേസുകൾ എനിക്ക് കിട്ടിയത് വഴിയിൽ എന്തെങ്കിലും കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പാണെന്ന് തോന്നുക. അത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉറക്കമില്ല, ആൻസൈറ്റി, ന്യൂറോസിസ് ഇതെല്ലാം ആണ്. അത് ട്യൂബർക്കുലിനും 1 ഡോസ് കൊടുത്തതിന് ശേഷം അയോസ്യാമസ് 0/3 നേട്രമൂറും കൊടുത്തപ്പോൾ കംപ്ലീറ്റ് പോയി. എൻ്റെ ഒരു സീനിയർ ഡോക്ടറാണ്, ചിലപ്പം പേരൊന്നും പറയല, ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അദ്ദേഹം ഒറ്റയാഴ്ച കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേടിയും ഭയം എല്ലാം അതുകൊണ്ട് മാറി. നമ്മുടെ ഹോമിയോപ്പതിയിൽ വളരെയധികം നല്ല മരുന്നുകൾ, ഔഷധങ്ങൾ വിഷചികിത്സയ്ക്കുണ്ട്. അപ്പം ആദ്യം പറയുമ്പോൾ വിഷചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കൊതുക് അല്ലെ ഉറുമ്പ് തൊട്ട് പാമ്പ് വരെയുള്ള എല്ലാത്തിനെയും വിഷചികിത്സ എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഉള്ളവർ കൂടുതൽ പൈസ ഉണ്ടാക്കിയിരുന്നത് വിഷവൈദ്യൻ എന്ന് പറഞ്ഞൊരു ആൾക്കാരുണ്ടായിരുന്നു. പാരമ്പര്യ വൈദ്യന്മാരായിട്ടും വിഷകാരികളായിട്ടും ഒക്കെ അവിടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. മന്ത്രങ്ങളൊക്കെ ആയിരുന്നു അന്നൊക്കെ കൂടുതൽ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നത്, മരുന്നും കൂട്ടത്തിൽ മന്ത്രം. അങ്ങനെ എനിക്ക് ഏകദേശം എൻ്റെ ചെറുപ്പത്തിലെ, അതായത് ഇപ്പൊ എനിക്കൊരു 65 വർഷത്തെ ഇത് ഓർമ്മയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, അന്ന് ഒരുപാട് എല്ലാ ഈ സ്ഥലത്തും ഓരോ വിഷകാരികളാണ്. അദ്ദേഹത്തിനെ എന്നും അയാൾക്ക് ഭയങ്കര ബിസി ആയിരിക്കും. അതായത് എവിടെയെങ്കിലും ഒന്ന് ചൊറിഞ്ഞാൽ അത് 8 കാലി കടിച്ചാണ്. 8 കാലി കടിച്ചെന്ന് പറഞ്ഞാൽ 8 മാസത്തെ ചികിത്സ വേണം. അങ്ങനെ ഈ വിഷചികിത്സ കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർ. പക്ഷെ ഇന്നതൊക്കെ മാറി. ഇന്നധികം ആൾക്കാരെ പാമ്പ് കടിക്കാറുണ്ട്. കാരണം എല്ലാവരും കാറയിലൊക്കെയാണല്ലോ നടക്കുന്നത്. എന്നാലും അപൂർവത്തിൽ അപൂർവം ചിലതൊക്കെ ഉണ്ട് കാട്ടിൽ നിന്ന് ചാടി വന്നതും. അതുപോലെ തന്നെ ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പം പുഴകളിൽ കൂടെ ഒഴുകി വരും. പിന്നെ വില്ലേജുകളിലൊക്കെ ഇന്നും പാമ്പുണ്ട്. പക്ഷേ പണ്ടത്തെ അത്രയും അതിൻ്റെ ഒരു ശല്യമില്ല. എന്നാലും പാമ്പ് മാത്രമല്ലല്ലോ, തേളുണ്ട്, പഴുതാരയുണ്ട്, അതുപോലെ തന്നെ കടുന്നലുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള ഇതുകളും കടി ഏക്കാറുണ്ട്. അതെല്ലാം വിഷമായിട്ട് സംബന്ധിച്ചതാണ്. പിന്നെ പാമ്പ് കടി ഏറ്റാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പാമ്പ് കടിച്ച ഉടനെ കെട്ടിയതിന് ശേഷം ഒന്നീ ഒരു കത്തിയെടുത്തിട്ട് അവിടെ വീറി മുറിച്ചിട്ട് രക്തം കളയും. രക്തത്തിൽക്കൂടെ അതങ്ങ് പോകുമെന്നാണ് അവരുടെ ധാരണ. 2 ഈ വിറകുള്ളി കൊടുത്തിട്ട് നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന വിറകുള്ളി എടുത്തിട്ട് അവിടെ കൂട്ടും. എന്നൊരു ഇംപ്ലമേഷൻ അവിടെ ഉണ്ടാകുമ്പോൾ അത് കുറയുമെന്നൊക്കെ. ഇങ്ങനെയുള്ള ഒരു 60-65 വർഷക്കാലത്ത് മുമ്പുണ്ടായിരുന്ന ചികിത്സകൾ ഇങ്ങനെയൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ആൾക്കാർ കൂടുതൽ പോകുന്നത് അലോപ്പതി ഹോസ്പിറ്റലാണ്. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ അവർ ചിലപ്പോൾ പാമ്പിനെ കൊണ്ടുവന്നാൽ ഏത് തരത്തിലുള്ള പാമ്പാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ ആൻറ്റിഡോട്ട് കൊടുക്കാൻ പറ്റും. അല്ലെ അവരൊരു ജനറൽ ആൻറ്റിഡോട്ടാണ്. ശരിക്കും നല്ല പാമ്പ്, നല്ല വിഷമുള്ള പാമ്പ് കടിച്ചാൽ, അതായത് സമയം കിട്ടിയില്ല എങ്കിൽ മിനിറ്റുകൾക്കകം മരിച്ചിരിക്കും. അതായത് ലീതൽ ഡോസ് എന്ന് പറയും. ലീതൽ ഡോസ് ഓരോ വിഷത്തിനും അതിൻ്റെതായിട്ടുള്ള ലീതൽ ഡോസ് ഉണ്ട്. വിഷം അങ്ങനെയാണ്. ആ ലീതൽ ഡോസ് കടന്നു ചെന്നാൽ മാത്രമേ ആൾ മരിക്കുള്ളൂ. അതിൻ്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കും. ഈ പാമ്പ് കടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ ഉപരി ഈ കടി വിഷമുള്ളതാണോ ഇല്ലയോ എന്നുള്ളതല്ല, പാമ്പ് കടിച്ചെന്നുള്ള ഭീതിയാണ്. അത് ചെയ്യുമ്പം പ്രഷർ കൂടി, പൾസ് കൂടി, ഇതെല്ലാം കൂടെ ഒരു ആൻസൈറ്റി ന്യൂറോസിസ് സ്ഥിതി വരും. അത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെടും. അതുകൊണ്ട് എന്ത് വന്നാലും ആ ആൻസൈറ്റി ആദ്യം നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുക. ഞാൻ എപ്പോഴും ഇപ്പൊ കൊടുക്കാറുള്ള, പണ്ടും കൊടുക്കുമായിരുന്നു, എന്നാൽ ഇപ്പൊ കൂടുതൽ കൊടുക്കാറുള്ളത് റെസ്ക്യൂ റെമഡിയാണ്.
പണ്ടൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അക്രണൈറ്റ് അല്ലെ ആർസെനിക് അത് സിംറ്റംസ് അനുസരിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ പറയാം, പിന്നീട് അത് പറയാം. ആദ്യം ഈ പാമ്പ് കടി ഏറ്റാൽ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ വ്യക്തിയെ സ്വസ്ഥമായി ഒരു സ്ഥലത്ത് കടത്തി വിശ്രമിക്കാൻ അനുവദിക്കുക. കടിയേറ്റ ഭാഗം അനക്കുവാനോ ഇളക്കുവാനോ ഒന്നും അനുവദിക്കുക. മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. കടിയേറ്റ ഭാഗത്ത് 4 വിരൽ മുകളിലായി നല്ലതുപോലെ കെട്ടുക. അത് താഴെയാണെങ്കിൽ, കാലിലാണെങ്കിൽ തുടയ്ക്ക് മുകളിൽ, തുടയുടെ മുട്ടിന് മുകളിൽ കെട്ടണം. കാലിൻ്റെ മുട്ടിന് താഴെയാണെങ്കിൽ. കയ്യുടെ ആണെങ്കിൽ കയ്യുടെ മുട്ടിന് താഴെയാണെങ്കിൽ ഇത് കെട്ടണം, അതിൻ്റെ മുകളിൽ കെട്ടണം. അങ്ങനെയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ വിഷം മുകളിലോട്ട് കയറാതിരിക്കുവാൻ ഇത് സഹായിക്കും. കയ്യിലാണ് കടിയേറ്റുന്നത്, കൈമുട്ടിന് മുകളിലായും കാലിലാണെങ്കിൽ തുടയുടെ കീഴ്ഭാഗത്തും കെട്ടുക. 10 മിനിറ്റിലൊരിക്കൽ ഏതാനും സെക്കൻഡ് കെട്ടഴിച്ച് വീണ്ടും കെട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. രോഗിയെ എത്രയും പെട്ടെന്ന് നല്ല ഒരു ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ കുറച്ചു നേരം കുറവൊന്നും കണ്ടില്ലെങ്കിൽ നല്ല ഒരു ആശുപത്രിയിലോ എത്തിക്കുക. അതാണ് ഏറ്റവും ഉത്തമം. പിന്നെ പാമ്പ് വിഷത്തിന് നൽകാവുന്ന മരുന്നിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ കൊടുക്കേണ്ട മരുന്ന്, ഞാൻ സാധാരണ ഇപ്പൊ കൊടുക്കുന്നുള്ളത് റെസ്ക്യൂ റെമഡിയാണ്. ആ ഭയം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ എന്തെങ്കിലും ആനിമൽസോ ഇതൊക്കെ കഴിച്ചാൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന മെഡിസിൻ വിമുലസ് ആണ്. കാരണം ചത്തുപോകുമെന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ വിമുലസ് ആണ്. പലർക്കും ചത്തുപോകുമെന്നുള്ള പേടിയാണ്. നല്ല പാമ്പ് കടിച്ചാൽ, മൂർഖനോ അതുപോലെയുള്ളതൊക്കെ അണലിയൊക്കെ കഴിച്ചാൽ ചത്തുപോകുമെന്നുള്ള പേടിയാണ്. അതിനാദ്യം കൊടുക്കേണ്ട മെഡിസിന് നമ്മുടെ ഇതാണെങ്കിൽ ആഴ്സനിക്കാളുമാണ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു പേടിയും ഭയവും ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതിൻ്റെ വെറും ഡെത്ത് ആൻഡ് റെസ്റ്റ്ലെസ്നെസ്, ഡേറ്റ് ആൻഡ് ടൈം, ഞാൻ വലിയ താമസിക്കാതെ ചത്തുപോകുമെന്നുള്ള ഒരു തോന്നലാണെങ്കിൽ അക്രണൈറ്റ് കൊടുക്കേണ്ടി. ഇത് രണ്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള 2 ഹോമിയോപ്പതിക് മെഡിസിനാണ്. പക്ഷെ ഇപ്പം ഞാൻ കൂടുതലും ഇതിൻ്റെ കൂട്ടത്തിൽ വിമുലസും റോക്കറോസ് പോയിസണും ഒന്നിനെ കുറിച്ച് പേടിയുള്ള ഒരു മരുന്നാണ് റോക്കറോസ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫ്ലവർ റെമഡിയിൽസ് 2 മെഡിസിനാണ്. വിമുലസ് ചത്തുപോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ, പോയിസണാണ് അതുകൊണ്ട് പല കുഴപ്പങ്ങളുണ്ടാകും, അത് ശരിയാകിയതെന്നുള്ള ഇതാണെങ്കിൽ റോക്കറോസ്. പിന്നെ ചെറി പ്ലംബും കൊള്ളാം, പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ എഫക്റ്റ് കണ്ടിരിക്കുന്നത് വിമുലസിനും റോക്കറോസിനുമാണ് ഈ പേടിക്ക് ഇതിനോട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനുള്ള മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ടോ? എന്നാൽ ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനെക്കാട്ടി കൂടുതൽ മെഡിസിൻ നമ്മൾ ഇത് കൂടുതൽ. ഞാൻ ആദ്യമായിട്ടൊരു ലേഖനം എഴുതിയത് 1980 ഒരു ലേഖനം എഴുതി. എൻ്റെ ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഒരു ലേഖനം എഴുതി. ഹോമിയോപ്പതിക് ആൻറ്റിഡോട്ട് അഗൻസ്റ്റ് പോയിസൺസ്. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള പോയിസൺ, ആഴ്സനിക് പോയിസണും വേറെയുള്ള പലതരത്തിലുള്ള പോയിസണിനെ കുറിച്ച്, ബ്ലഡ് പോയിസണിങ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് 2018 വെള്ളപ്പൊക്കത്തിൽ ഇതെല്ലാം കൂടെ എൻ്റെ ആർട്ടിക്കിളെല്ലാം എങ്ങനെയോ അത് ഒഴുകിപ്പോയി. ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ ചെന്നപ്പോഴത്തേനും അതെല്ലാം പോയി. എങ്കിലും ആരുടെയും കൈ കാണുമെന്ന് വിചാരിച്ചു. എന്നെ ഡോക്ടർ പട്ടേര് സാറ് വിളിച്ച് എന്നെ അഭിനന്ദിച്ച ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം, അത് 80-ൽ ഞാൻ എഴുതിയെങ്കിലും അന്നത്തെ ഒരു ഓൾ ഇന്ത്യ ഹോമിയോപ്പതിക്ക് ജേർണൽ ഉണ്ടായിരുന്നു. അത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിട്ട് അത് തിരിച്ചയച്ചു. അന്ന് ഡോക്ടർ DP രസ്തോഗി ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. തിരിച്ചയച്ചു. പിന്നെ ഞാൻ അതിൽ വലിയ വ്യത്യാസമൊന്നും വരുത്താതെ 82-ൽ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അത് അയച്ചപ്പോൾ അതിൽ പബ്ലിഷ് ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഉദ്യമം. പിന്നെ അതിനു മുമ്പ് ഞാൻ പലപ്പോഴും ട്രീറ്റ് ചെയ്തു. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിച്ച് പാസ്സായി 74-75 പാസ്സായി കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ഒരു
കീരൻ ജോസഫ് എന്ന് വിളിക്കുന്ന ഒരു ജോസഫ് ചേട്ടനുണ്ട്. ഇവിടെ ഈ വയനാട് ഹോമിയോപ്പതി ഡോക്ടർ, ഭാര്യ വനിതാ കമ്മീഷൻ മെമ്പറൊക്കെ, റോസക്കുട്ടി ടീച്ചറുടെ ഹസ്ബൻഡാണ്. പുള്ളിക്ക് ഹോമിയോപ്പതിയോട് വളരെ താല്പര്യം. പുള്ളി മെറ്റിയാമണിക്ക ബോറിക്കോ അല്ലെങ്കിൽ അലൻ സ്കീനോട്ടോ തലക്ക് വെച്ചിട്ടൊക്കെ അവരുടെ ഈ ചെസ്റ്റിലിരിക്കും. ഇങ്ങനെ ഇരുന്നാണ് പുള്ളി ഉറങ്ങുന്നത് തന്നെ. അത് ചെസ്റ്റിലല്ല, തലയുടെ കീഴ വെച്ചിട്ട് കിടന്ന ഉറങ്ങുന്നത്. അത്രയ്ക്ക് അതിനോട് താല്പര്യം. അങ്ങനെയായി ഞങ്ങൾ രണ്ടുപേരും വളരെ സുഹൃത്തുക്കളായി കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം. അന്ന് കുണ്ടറ ഈ വിഷചികിത്സയുള്ള സമയം അവിടെ ഒരു 6 months കോഴ്സ് ഉണ്ട്. 6 months ഉണ്ട്, 1 year കോഴ്സ് ഉണ്ട്. നമുക്കൊന്ന് പോയി ചേരാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പഠിച്ച് പാമ്പിനെ പിടിക്കുന്നതും വിഷം എടുക്കുന്നതും അതുപോലെ ചില മരുന്നുകളും ഒക്കെ, കുറച്ച് ഹോമിയോപ്പതി, കുറച്ച് ആയുർവേദം, കുറച്ച് അലോപ്പതി മരുന്നൊക്കെ അവിടെ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ പാമ്പിനെ പിടിക്കുന്നത് ഈ നമ്മൾ ഈ തീ കളിക്കുന്നതും അതുപോലെ തന്നെ ഈ കരണ്ടുമായിട്ട് കളിക്കുന്നതും തീയും വെള്ളവും പോലെ കളിക്കുന്ന കൂട്ടിരിക്കും. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടകാരി. ഏത് സമയത്തും കടി കിട്ടാം. എനിക്കൊരു പ്രാവശ്യം കിട്ടി. അതായത് ഒരു പ്രാവശ്യം ഞാൻ കോട്ടയത്ത് മരുന്നെടുക്കാൻ പോകുന്ന വഴിക്ക് പാക്കിക്കവല എന്ന് പറയുന്നത് അതിൻ്റെ എവിടെ പോകുന്നത്. പോയപ്പം അതിൻ്റെ നടുക്കുള്ള ഒരു കുന്നുണ്ട്, അതിനെ ചെട്ടിക്കുന്നെന്ന് പറയും. അവിടെ ആർക്കും കഥ കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കാര്യത്തിലോട്ടങ്ങ് കടന്നേക്കാം. ചിലർക്കൊന്നും കഥ കേൾക്കാൻ ഇഷ്ടമില്ലായിരിക്കും. വന്ന വഴിക്ക് ഒരു പാമ്പിനെ ഇട്ടിട്ട് വഴിയെ കൂടെ കെട്ടിവലിക്കുന്നു. ഒരു നല്ല നീളമുള്ള ഒരു പാമ്പ്. അത് എനിക്ക് ആ ഇടയ്ക്ക് പഠിച്ച് എങ്ങോട്ട് ഇറങ്ങിയുള്ള ഒരു ആവേശമല്ലേ, ചെറുപ്രായമല്ലേ, ഒരു ഇച്ചിരി ഷൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നിട്ട് അതിനെ പിടിച്ചു. ഈ ചേനത്തണ്ടം പാമ്പാൻ. അതിനെ പിടിച്ച് എല്ലാവരോടും വിഷം എങ്ങനെ എടുക്കുന്നത്, വലിയ പട്ടിയുടെ പല്ല് പോലെയുള്ള വലിയ പല്ല്, ദമുഷ്ടം പോലെയുള്ള ഭയങ്കര ഇങ്ങനെ കൂർത്തിരിക്കുന്ന പല്ല്. അത് ഞാൻ ഏതാണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ സംശയം പറയാനിരുന്ന സമയത്തിന് അത് എനിക്കിട്ടൊരിക്കലും എൻ്റെ അടുത്ത കൈ. അതായത് എനിക്ക് ഉടനെ മനസ്സിലായി, ഞാൻ ആരും കാണാത്ത, എനിക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ പെട്ടെന്ന് അതിനെ ഒരു ചാക്കിനകത്ത് ഇട്ടേച്ചു കെട്ടിയിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഞാൻ നേരെ ക്ലിനിക്കിൽ വന്നു. ഇച്ചിനീഷ്യ മദർ ടിഞ്ചറും APC മെരുവിക്കായോ കഴിച്ചു. ഏതായാലും എനിക്ക് വലിയ കുഴപ്പമൊന്നും ആദ്യം ഒരു തലവേദനയും ഒരു ഫിയർ ആൻസൈറ്റിയൊക്കെ ഉണ്ടായി. അന്നേരം ആദ്യം കഴിച്ച മെഡിസിൻ അക്കണൈറ്റ് തന്നെയാണ്. ചാകുമെന്നുള്ള പേടിയില്ല. കാരണം ഈ ചേനത്തണ്ടം കഴിച്ചാൽ ചാകുകയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നുകൊണ്ട് ചാകുകയില്ല. എന്നാലും തലവേദന ഉണ്ടായി, ഒരു ഛർദിയൊക്കെ ഉണ്ടായി. എൻ്റെ ഈ മെഡിസിൻ ഉണ്ടായിരുന്നു, ഞാൻ ഉടനെ എടുത്ത് കഴിച്ചു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖം കിട്ടി. അങ്ങനെ അതിൽ പിന്നെ ഞാൻ അധികം പാമ്പ് പിടുത്തത്തിനൊന്നും പോയിട്ടില്ല. അതിനു മുമ്പ് എവിടെ കണ്ടാലും പാമ്പിനെ പിടിക്കുകയും, അന്നേരം ഞങ്ങളുടെയൊക്കെ ഹിന്ദു ഒരു വിശ്വാസമുണ്ട്, പാമ്പിനെ പിടിക്കരുതെന്നും പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശാപം കിട്ടുമെന്നും, ശാപം കിട്ടിയാൽ 7 ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും അത് മക്കളുടെ മക്കൾക്കും അനുഭവമാകുമെന്നും ഒക്കെ പറഞ്ഞ് എൻ്റെ വല്യച്ഛനും വല്യമ്മച്ചനും പേടിപ്പിച്ച്, നീ വേണേൽ ചികിത്സിച്ചു, പക്ഷെ പാമ്പിനെ പിടിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് അന്ന് ഞാൻ നിർത്തി. അതിനു മുമ്പ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പാമ്പിനെയും കൊണ്ടാണ് ഞാനും ജോസഫ് ചേട്ടനും ഹോമിയോ കോളേജിൻ്റെ അവിടെ വെച്ച് ഞങ്ങളുടെ വീടുകളിലൊക്കെ പോയി അതിനായിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അതൊരു ചരിത്രം, ചുമ്മാ ഒരു രസത്തിന് ഇടയ്ക്കൊരു എരിവും പിടിക്കാൻ വേണ്ടി പറഞ്ഞതന്നെയുള്ള കഥ. എന്നാലും നമ്മുടെ ഹോമിയോപ്പതിയിലുള്ള അത്രയും മരുന്ന് വിഷത്തിന് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഒന്നാമത്തെ മെഡിസിന് അല്ലെങ്കിൽ സമയം 10-20 മിനിറ്റ് പോയി ആമുഖം പറഞ്ഞ തന്നെ. അന്നേരം ഒന്നാമത്തെ മെഡിസിന് നമ്മളെല്ലാം വിചാരിക്കുന്ന ഇച്ചിനേഷ്യ പോലെ തന്നെ എഫക്റ്റീവാണ് സെട്രോൺ എന്ന് പറഞ്ഞ ഒരു മെഡിസിനുണ്ട്. അത് റാറ്റിൽ സ്നേക്ക് വീൻ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് എടുക്കുന്ന സാധനം. അത് സ്നേക്ക് ബൈറ്റിനെയും ഏറ്റവും നല്ലതാണ്. അത് മദർ പിഞ്ചറാണ് കൊടുക്കുന്നത്. 10 തുള്ളി 5 അല്ല 10 മിനിറ്റ് ഇടയിട്ട് വെച്ച് കൊടുക്കാം. അത് ഇൻസെക്ട് ബൈറ്റിനും ഏതിനും നല്ലതാണ്. വളരെ നല്ലൊരു മരുന്നാണ്. അത് മലേറിയയ്ക്കും കൊടുക്കാം, ന്യൂറോളജിയയ്ക്കും ഒക്കെ പറ്റിയ ഒരു മെഡിസിനാണ്. നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ അറിയാം. സെട്രോൺ എന്ന് പറയുന്ന നമ്മുടെ
മെറ്റിയമൊഴിക്കകത്തുള്ള ഒരു മെഡിസിനാണ് അതിന്റെ സെഡ്രോൺ. സ്പെല്ലിങ് ചോദിച്ചത്. CDRON, സെഡ്രോൺ. രണ്ടാമത്തെ മരുന്ന് മനസ്സിലായോ? ആർക്കും സംശയമില്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ 2 ഒളേൻട്രിയാന, EOLONDRIN, ഒളേൻട്രിയാന. ഒന്നുകൂടെ പറയാ സാറേ. EOLONDRIN, ഒളേൻട്രിയാന. സ്നേക്ക് പോയിസണ് പ്രതിരോധിക്കുന്ന ഒരു മരുന്നാണ് ഒളേൻട്രിയാന. അത് ഏതു തരത്തിലുള്ള വിഷത്തെയും നമ്മളത് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏത് വിഷം വന്നാലും നമ്മൾ അത് തിന്ന് ഒരു പ്രതിരോധ ശക്തിയുള്ള ഒരു മെഡിസിനാണ്. ഒളേൻട്രിയ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പോയിസൺ അഥവാ വന്നാലും നമ്മൾ അത്തുപോയില്ല. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ്. പിന്നെ മൂന്നാമത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്ന് ഇച്ചിനേഷ്യ. ഇതെല്ലാം മദർ ടിഞ്ചറാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്തത് ഞാൻ പ്രത്യേകം പറയും. പൊട്ടൻസി ആണെങ്കിൽ അത് പ്രത്യേകം പറയുന്നതായിരിക്കും. ഇച്ചിനേഷ്യ മദർ ടിഞ്ചറാണ്. ബ്ലഡ് പോയിസത്തിന് ഏത് തരത്തിലുള്ള ഇതിനും അത് കൊള്ളാം. പിന്നെ പല കേസുകളിലും ഗാംഗ്രീനുകളിലും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ഗാംഗ്രീൻ ലാസ്റ്റ് സ്റ്റേജിലാകുമ്പോൾ അത് എക്സ്റ്റേണൽ അത് ലോഷനായിട്ട് കഴുകാനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെയധികം പ്രയോജനപ്രദമായ ഒരു മരുന്നാണ്. ഇച്ചിനേഷ്യയുടെ സ്പെല്ലിങ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇഗ്നേഷ്യ അല്ല, ഇച്ചിനേഷ്യയാണ് കേട്ടോ. പിന്നെ 4ാമത്തെ ഒരു മെഡിസിനാണ് ഹോങ്നാൻ. HOANGNAN, ഹോങ്നാൻ. മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? മനസ്സിലാകുന്നുണ്ട് സാറേ. അതാ ഗൊളോണ്ടിനെ എല്ലാവർക്കും ഇപ്പോഴും ഒരു സംശയം ചോദിക്കുന്നു. GOLONDRIN, ഒളോണ്ട്രിന. GOLONDRIN. പിടിയോ? ഇനി 4ാമത്തെ ഞാൻ പറഞ്ഞത് ഇച്ചിനേഷ്യ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്പെല്ലിംഗ് ഒന്നും പറയാം. ഊഫ്രോബിയ പ്രോസ്റ്റേറ്റ. അത് ഹോങ്നാൻ. HOANGNAN. അതും 5 to 10 ഡ്രോപ്സ് ആദ്യം നോക്കുക. കുറവില്ലെങ്കിൽ 10 to 15 ഡ്രോപ്സ് വരെ പോകാം. അതും ഇതെല്ലാം പുറമേ പുരട്ടാം, അകത്തോട്ട് കഴിക്കുകയും ചെയ്യാവുന്നതാണ്. മദർ ടിഞ്ചറാണ്. പൊട്ടൻസിയുടെ സമയം വരുമ്പോൾ ഞാൻ പറയും അത് പൊട്ടൻസിയ കഴിക്കേണ്ടി വരും. പിന്നെ 5ാമത്തെ മരുന്നാണ് ഊഫ്രോബിയ പ്രോസ്റ്റേറ്റ. സ്നേഹിക്കും ഊഫ്രോബിയ, EUPHORIDIA, ഊഫ്രോബിയ പ്രോസ്റ്റേറ്റ, PROSTATA. ഇതൊക്കെ അവൈലബിളും ആണ്, നമ്മുടെ മെറ്റിയമണിക്കാരിലുള്ളതുമാണ് കേട്ടോ. വെളിയിൽ നിന്നുള്ളതൊന്നും അല്ല. വെളിയിൽ നിന്നുള്ളത് കുറേ എണ്ണം ഉണ്ട്. ഇന്ത്യൻ മെഡിസിൻ്റെ അകത്തും പിന്നെ ആയുർവേദത്തിൽ നിന്ന് കടമെടുത്തതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കേട്ടിട്ടില്ല. കാരണം ഹോമിയോപ്പതി തന്നെ അങ്ങ് പ്യുവർ ഹോമിയോപ്പതി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇൻസെക്ട്സിനും അതുപോലെ സ്നേക്ക് ബൈറ്റിനും, പ്രത്യേകിച്ച് റാറ്റിക് സ്നേക്സിന് പറ്റിയത്, ഏറ്റവും കൂടുതൽ പറ്റിയത്. പിന്നെ ഊഫ്രോബിയ പ്രോസ്റ്റേറ്റ, EUPHORBIA PROSTATA. മനസ്സിലായോ? മനസ്സിലായി സാർ. അടുത്തത് റുമേറിയ സെല്ലിനസ്, PLUMERIA, റുമേറിയ സെല്ലിനസ്, PLUMERIA, റുമേറിയ സെല്ലിനസ്, CLLINUS. അത് മദർ ടിഞ്ചറാണ്. 10 ഡ്രോപ്സ്. അതും 5 to 10 minutes വരെ ഇട്ട് കൊടുക്കാം. അക്യൂട്ട് കേസിൽ പെട്ടെന്നുണ്ടാകുന്ന പാമ്പ് കടിക്കുക. അതും വളരെയധികം പ്രയോജനം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. 90% വരുന്ന അപൂർവത്തിൽ ചിലത് ഉപയോഗിച്ചിട്ടില്ല. വളരെ സത്യം പറയണമല്ലോ.
അടുത്തത് 7ാമത്തെ സെലഗനേല APUS SELGANELL സെനഗറ ആപ്പസ് APUS ആപ്പസ്. അത് പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പാലിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. അത് സ്നേക്സിനും സ്പൈഡറിനും നല്ലതാണ്. ഇന്റേണലും എക്സ്റ്റേണലും രണ്ടും കൊടുക്കാവുന്നതാണ്. പിന്നെ 8ാമത്തെ അയോഡിയം ടിഞ്ചർ. അകത്തോട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു തുള്ളിയെ കഴിക്കുള്ളൂ. വെളിയിൽ നമുക്ക് അതിൻ്റെ ടിഞ്ചർ എടുത്തിട്ട് ഡ്രസ് ചെയ്യാം. അയോഡിയത്തിൻ്റെ സ്പെല്ലിംഗ് അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. IODIUM എല്ലാവർക്കും അറിയാം അയോഡിയം. അത് മദർ ടിഞ്ചറാണ് അത് ഉപയോഗിക്കുന്നത്. അടുത്തത് ജിംനേമാസിഡ് വസ്ട്ര. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും അത് ഉപയോഗിക്കുന്നത് ഡയബറ്റീസ് മെലിറ്റസിനാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. GIMANA SIDSTRA സിബസ്ട്ര. സ്നേക്ക് ബൈസിനും ഡയബറ്റീസ് മെലിറ്റസിനും അത് ഉപയോഗിക്കാറുണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്ന ഡയബറ്റീസ് മെലിറ്റസ് കൂടിക്കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മദർ ടിഞ്ചറാണ്. അതിനും ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. പിന്നെ അടുത്തത് സിസറിഞ്ചിയം റാക്സോഡിയസ് SISRINCHIUM സിസറിഞ്ചിയം ഗാലക്സോഡിസ് GALAXOIDS. അത് ബ്ലൂ ഐ ഗ്രാസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിൽക്കുന്ന ഒരു പുല്ല. അത് 15 ഡ്രോപ്സ് എടുക്കണം. അത് കൂടുതലും റാറ്റിൽ സ്നേക്കിനാണ് കൂടുതൽ പ്രയോജനം കിട്ടുന്നത്. പിന്നെ അടുത്തത് ഗൊവാക്കോ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ഗൊവാക്കോ അല്ല, ഗൊവാക്കോ GAUOCO ഗൊവാക്കോ. സ്നേക്ക് ആൻഡ് സ്കോർപ്പിയോ. അതായത് GAUCO ഗൊവാക്കോ. സ്നേക്സ് ആൻഡ് സ്കോർപ്പിയോണിന് നല്ലതാണ്. സ്കോർപ്പിയോൺ ബൈറ്റ് ഒക്കെ സാധാരണ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഗ്രാമപ്രദേശത്തുള്ളവർക്ക് കിട്ടുന്ന നമ്മൾ ഓർക്കുക എന്തെങ്കിലും എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വേണ്ട കൂട്ടും. എന്നാൽ അതിന് ഇത് പുറമേ വരട്ടി ഇതും ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രയോജനമുണ്ട്. രണ്ടിനും പറ്റുന്നതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. പിന്നെ ഇൻഡിഗോ TINE ഇൻഡിഗോ ടിനിക് INDIGO TINE ടിനിക് ഇൻഡിഗോ ടിനിക്. സ്നേക്ക് ആൻഡ് സ്പൈഡർ പോയിസൺ സാധാരണ നമ്മളെ കടിക്കാറുള്ളതാണ്. ഇഷ്ടംപോലെ സ്പൈഡർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. അറിയാതെ ചിലപ്പോൾ നമ്മൾ ചൂടും കൊണ്ട് പുറകെ ചെന്നാലും ചിലപ്പോൾ ഓടി വന്നിട്ട് നമ്മൾ മേത്തോട്ട് ചാടിക്കറി കടിച്ചിട്ടുണ്ട്. സ്പൈഡർ ഒരുപാട് കിട്ടുന്ന ഒരു കേസാണ്. അതായത് എട്ടുകാലി വൈദ്യന്മാരെന്ന് പണ്ട് പറയും. ഇഷ്ടം പോലെ എട്ടുകാലി വൈദ്യന്മാരുണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത ഒരു ഏറിയ ബൈറ്റ്സ് ഓഫ് ആനിമൽസ്. പലതരത്തിലുള്ള ആനിമൽസ് കടിച്ചാലും നമുക്ക് പലതരത്തിലുള്ള ആനിമൽസ് കൊണ്ടുണ്ടാകാം. ആദ്യം പറയുന്നത് ഡോഗ് ബൈറ്റാണ്. പട്ടിയെ പേടിയില്ലാത്തവരും പട്ടി കടിക്കാത്തവരും അപൂർവമാണ്. ചിലപ്പോൾ നമ്മൾ കടിക്കുമ്പോഴായിരിക്കും, ചിലപ്പം അല്ലാതെയും കടിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട മെഡിസിൻ ലൈസിനാണ്. അതിൻ്റെ സിംറ്റംസ് ബേണിങ് കാണും. കടിച്ച സൈറ്റിൽ ഹോട്ട് സ്റ്റീം കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. തലവേദന കാണും, പ്രിക്കിംഗ് പെയിൻ കാണും. ഇതൊക്കെയാണ് ലൈസിൻ്റെ സിംറ്റം. ഡോഗ് ബൈറ്റ് കാണും. ലൈസിൻ അറിയാമല്ലോ, LYSSIN ലൈസിൻ. നമ്മുടെ മെഡിക്കായിട്ടുള്ളതാണ്. എല്ലാവരും വേറെ പലതിനും ഉപയോഗിക്കുന്ന. ബൈറ്റ്സ് ഓഫ് എനി
മാഡ് ആനിമൽസ്, അതായത് ഈ ഇതുകൊണ്ടല്ലോ ഹൈഡ്രോഫോബിയ അതുപോലെയുള്ള ഇതൊക്കെ വരുന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് സിസ്റ്റസ്കാൻ. മദർക്കിൻ്റെ സിസ്റ്റസ്കാൻ, CICQSCIN, എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറ്റുന്ന ഒരാണ് മെഡിസിനാണ് ഗഡംപാൽ. ഗഡംപാലും ഒക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അതിൻ്റെ ഒന്നും സ്പെല്ലിങ് പറയുന്നില്ല. ക്യാറ്റ്സ് ചിലപ്പം അതിന് ഇത് ഇതായിട്ട് ഹൈഡ്രോഫോബിയ ആയിട്ട് വേണേൽ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. പൂച്ചയ്ക്ക് ഒരു വലിയ സ്നേഹമൊന്നും ഇല്ലെന്ന്, അതിന് നൊന്താത് കഴിക്കുന്നത്. അത് കടിച്ചു കൊന്ന കേസുകൾ വരെയുണ്ട്. പൂച്ച പട്ടിയും കഴിച്ചു അതിനെ ട്രെയിൻ ചെയ്യിച്ചാലുള്ള. പട്ടിക്കെന്ന അത്രയും ഇതില്ല. പൂച്ചയോട് ചിലപ്പോൾ കടിച്ചോണ്ടിരുന്ന ആവശ്യമില്ല, കടിച്ചോണ്ടിരുന്ന അറിഞ്ഞോ അറിയാതെ അതിനെ ചവിട്ടിയാലും കഴിക്കും. അതിന് കൊടുക്കാവുന്ന നല്ല മെഡിസിനാണ് അസറ്റിക് ആസിഡ്. ഇന്റേണലും എക്സ്റ്റേണൽ ഓഷനായിട്ട് കൊടുക്കാം, ഇന്റേണലും കൊടുക്കാം. അത് ഡൈലൂട്ട് ആക്കി വേണം കൊടുക്കാൻ. ആസിഡ് അല്ലേ എപ്പോഴും ഡൈലൂട്ട് ആക്കി വേണം കഴിക്കാൻ. എക്സ്റ്റേണലും ഡൈലൂട്ട് ആയിട്ട് വേണം കഴിക്കാൻ എപ്പോഴും. പിന്നെ നാലാമത്തെ ബൈറ്റ്സ് ഓഫ് റാറ്റ്സ്. ഇത് സാധാരണയാണ്. എലി രാത്രി നമ്മൾ കിടക്കുമ്പോൾ ചുമ്മാ വന്ന് കാലക്കടിച്ചിട്ടു. ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി എലി കിട്ടും. ഇഷ്ടം പോലെ എലിയുണ്ട്. അതായത് പ്രത്യേകിച്ച് ചില വീടുകളിലൊന്നും എലിയെ കൊല്ലുകയില്ല, കാരണം അത് ഗണപതിയുടെ വാഹനമാണെന്നും പറഞ്ഞു കൊല്ലുകയില്ല. അത് പകർത്തുന്ന രോഗങ്ങളും അത് കാണിക്കുന്ന വികൃതികളും ഭയങ്കര. അന്നേരം റാറ്റ്സ് അല്ലെ അത് സ്കോർപ്പിയോണിനും പറ്റും, തേളുകടിക്കും പറ്റും. അതിനുള്ള മെഡിസിൻ ലഡംപാലാണ്. അത് ലഡംപാൽ മോസ്കിറ്റോ ബൈറ്റിനും പറ്റും. സ്റ്റിങ്സ്, ബീസ് ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചാലും ലഡംപാൽ ഒന്നാം തരം ഒരു നമ്മുടെ ഒരു നല്ല മെഡിസിനാണ്. എല്ലാത്തിനും പറ്റിയതാണ്. മോസ്കിറ്റോ ബൈറ്റിന് പറ്റും, സ്കോർപ്പിയോണിന് പറ്റും, സ്റ്റിങ്സ് ആൻഡ് ബീസിന് പറ്റും. പലതിനും ഒരു മൾട്ടി പർപ്പസ് ഉള്ള ഒരു മെഡിസിനാണ്. വിഷത്തിന് ഏറ്റവും പറ്റിയൊരു മെഡിസിൻ. പിന്നെ വരുന്ന ഒരു സംഗതിയാണ് അട്ട. വെള്ളത്തിലുള്ള അട്ടയുണ്ട്, കരക്കൂടെ നടക്കുന്ന അട്ടയുണ്ട്. നമ്മൾ തോട്ടത്തിലൊക്കെ ഈ തണുപ്പ് കാലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിന് ഉപ്പും കൊണ്ടൊക്കെ പോകും. പിന്നെ ചുണ്ണാമ്പ് വരട്ടെ, ഇങ്ങനെയൊക്കെ പല പല നാടൻ പരിപാടികളും ഒക്കെ ഉണ്ട് അതിന്. എന്നാലും നമ്മുടെ ഏറ്റവും നല്ലത് എന്താണ് ടീച്ചേഴ്സിന് എപ്പിസ്മെല്ലുള്ള, അതുപോലെ തന്നെ ഡാക്കസിസോളം, അങ്ങനെ പല മെഡിസിൻസ് ഉണ്ട്. പിന്നെ അടുത്തത് ബീ സ്റ്റിങ്സ്, തേനീച്ച. തേനീച്ചയുടെ കുത്തുകൊള്ളാത്തവരുണ്ടോയെന്ന് എനിക്ക് സംശയം. തേനീച്ച നമ്മൾ ഒന്നിച്ചു വന്ന് കുത്തിക്കളയും. അത് വൻതേനാണെങ്കിൽ പറയുന്നു. അന്നേരം പണ്ടൊക്കെ ഉള്ളവർ ചെന്നിട്ട് കുളത്തിച്ചാടുക. അത് തേനീച്ചയോ കടുന്നല്ലോ കുത്തിയാൽ പണ്ടൊക്കെ ഉള്ളവർ ചെന്നിട്ട് അപ്പോൾ കുളത്തിച്ചാടും, മുങ്ങിക്കിടക്കും കുറച്ച് നേരം ശ്വാസം പിടിക്കും. എന്നാലും അത് പോവേലെന്നാണ് പറഞ്ഞത്. അത് അട്ടിക്കായ് ഊറൻ സമ്മൻ, അത് മാസ്ക്, അതായത് നമ്മുടെ കടുന്നല് കുത്തിയാലും അത് വേണ്ട, ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടും. അന്നേരം പരട്ടിയാൽ മതി. അട്ടിക്കായ് ഊറൻസ് മദർ ഫിംഗർ പരട്ടിയാൽ മതി, അകത്തോട്ട് കഴിക്കും. എല്ലാം 5 to 10 drops ആണ്. 5 minutes to 10 minutes ആണ്. പിന്നെ മാസ്ക് വൈറ്റ്, കടുന്നല് പൊട്ടിയാൽ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് അട്ടിക്കായ് ഊറൻസ്, പിന്നെ ഒന്ന് ആർണിക്ക. പിന്നെ അകത്തോട്ട് കഴിക്കേണ്ട കാമ്പാരിസ് പൊട്ടൻസി കഴിക്കണം. ഞാനതാ പറഞ്ഞതന്നെ, എവിടെയെങ്കിലും പൊട്ടൻസി വരുന്നിടത്ത് ഞാൻ പറയാം. ആർണിക്ക ഫിംഗറോ അട്ടിക്കായ് ഊറൻസോ ഇത് കടുന്നല് കുത്തിയാൽ, അതുപോലെയുള്ളതൊക്കെ കുത്തിയാൽ ഉടനെ തന്നെ അട്ടിക്കായ് ഊറൻസ് മദർ ഫിംഗർ വെച്ചാൽ ഇമ്മീഡിയറ്റ് ഉണ്ട്. വിതിൻ 2 or 3 minutes and within 3 to 6 hours it will disappear. പിന്നെ ഈ കാടുകളിലൊക്കെ സ്ഥിരം ഇത് വളർത്തുന്നവരുണ്ട്, തേനീച്ച വളർത്തുന്നു, അവർക്ക് കുത്തിയാലും എഫക്റ്റ് ഇല്ലാതിരിക്കാനായിട്ട് ഏപ്പിസ് പിടിപ്പിക്കാം. 1x കഴിച്ചൊന്നും സ്ഥിരം
അവർ പിഗ്മെന്റ്സ് 1x കഴിച്ചാൽ തേനീച്ച കുത്തിയാൽ എഫക്റ്റ് വരത്തില്ല. ആൻറ്റിഡോട്ടായി ഒരു നല്ല ആൻറ്റിഡോട്ടാണ് തേനീച്ചയ്ക്ക് എപ്പിസ് 1x. പിന്നെ ഏതെങ്കിലും ആനിമൽ, പട്ടിയാകാം, പൂച്ചയാകാം, എലിയാകാം, അല്ലെ എന്നാ ആനിമൽ കടിച്ചാലും സെനക മദർ ടിഞ്ചർ ഒരു നല്ല മെഡിസിൻ. സെനേക ഇത് ചില പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, അപൂർവം ചില പുസ്തകങ്ങളിലൊക്കെ ഇത് കാണാറുണ്ട്. സെനേകയെ കുറിച്ച് എല്ലാ പുസ്തകത്തിലും ഇല്ല. പിന്നെ ബാഡ് എഫക്ട്സ് ഓഫ് ബൈറ്റ് ഓഫ് സ്റ്റിങ്സ്, വേട്ടാവളിയും തേള ഇങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ ബാഡ് എഫക്ട്സ് വല്ലതും റിമെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും, എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാനത് ഇടയ്ക്ക് ഇനി ശ്രദ്ധിക്കുന്ന കാരണമാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്നത്. ഈയിടെ ഒരു കൊച്ചിന് മോസ്കിറ്റോ ബൈറ്റ് മേടിച്ചിട്ട് മേലെല്ലാം ചോറി പോലെ, പരണ്ട ചോറി പോലെ. ആ ഒരു അലോപ്പതി പോയി ആയുർവേദം കോഴി എങ്ങും പോയിട്ടും കുറഞ്ഞു. അത് അവസാനം നമ്മളെ ഈ മെഡിസിനിലാണ് കുറഞ്ഞത്. ഞാൻ കൊടുത്തത് വെള്ളംപാൽ കൊടുത്തു. ചില കേസുകളിൽ സ്റ്റാഫിസാക്രിയായി കൊടുത്തു. വളരെയധികം പ്രയോജനം കിട്ടും. അത് രണ്ടുമാണ് അതിനുള്ള ഏറ്റവും നല്ലത്. രണ്ടും ടീച്ചറാണോ സാറേ കൊടുത്തത്? അതെ, പിഞ്ചറാ കൊടുത്തു. ഗോവാക്കോ ഞാൻ പറഞ്ഞത് തോന്നുന്നു. ഗോവാക്കോ പറഞ്ഞു. പിന്നെ ഒരെണ്ണം യൂലക്സ്, TULX ഇറിറ്റൻസ്, യൂലക്സ് ഇറിറ്റൻസ്, IRRIENS, യൂലക്സ് ഇറിറ്റൻസ്. അത് ബൈറ്റ് ഓഫ് ഡസ്റ്റ് മൈറ്റിന്. നമ്മുടെ ഈ പൊടിയിലൊക്കെ ഈ ചില ചെള്ളും ഇതുമൊക്കെ ചില പട്ടിയിലും പൂച്ചയിലും ചില ആനിമലിലൊക്കെ കാണും, ഒരു സൈസ് ചെള്ളു പോലെ. കോമൺ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഈ ചൂടുകാലത്തുണ്ടാകുന്ന ചൊറിച്ചിലിനും നല്ലത്. അത് എണ്ണയ്ക്കകത്ത് പുരട്ടിയാൽ നല്ല സുഖം കിട്ടും. ഔട്ട്പുട്ടും കഴിക്കാം. അതും മദർ ടിഞ്ചറാണ് കഴിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതോ രണ്ടാമത് പറയണോ? ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയണേ സാർ. TULX അത് ഇറിറ്റൻസ്, IRRIENS ഇറിറ്റൻസ്. അത് ചെള്ള് കടിക്കുന്നതിന് ചെള്ള് കടിക്കുന്നതിന് ഈ ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ആനിമൽസിൻ്റെയും പിന്നെ വീട്ടുകളിലും മെത്തേലും ഒക്കെ ചിലപ്പോൾ കാണും. അത് കഴിഞ്ഞാൽ നമുക്ക് ചൊറിയും. നമ്മൾ കണ്ടുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. പിന്നെ ഈ ചൊറിച്ചിട്ട് സ്കിന്നിനുണ്ടാകുന്ന ഓറൈറ്റിസ് പോലെയുള്ള ഈ ചൂടുകാലത്തുണ്ടാകുന്ന ചൊറിച്ചിലും നല്ലതാണ്. ഇപ്പൊക്കെ ചൂടുകാലത്ത് നല്ല ചൂടുകുരുക്കൾ വരുമല്ലോ, എന്നിട്ട് ചൊറി വരും. അതിനും നല്ലൊരു സാധനം. പിന്നെ മോസ്കിറ്റോ ബൈറ്റ്, അത് സാധാരണ എല്ലായിടത്തും ഉള്ളത്. ഒത്തിരി ആൾക്കാർക്ക് വളരെ പ്രശ്നം. സ്റ്റാഫിസാക്രിയ മദർ ടിഞ്ചർ, എക്സ്റ്റേണൽ ആണ്. ഇന്റേണലും അകത്തോട്ടും കഴിക്കാം. അത് അകത്തോട്ടും കൂടുതൽ കഴിക്കേണ്ട 1 തുള്ളിയോ 2 തുള്ളിയോ, മാക്സിമം 5 തുള്ളി. വെളിയിൽ 10 തുള്ളിയുടെ പുരട്ടാം. അത് എണ്ണയ്ക്കകത്ത് ചേർത്ത് പുരട്ടാം. പിന്നെ അതിന് പറ്റുന്ന വേറൊന്നാണ് ബലേറിയാന മദർ ടിഞ്ചർ എണ്ണയ്ക്കകത്ത് പുരട്ടുക. പക്ഷെ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാകും. അതിൻ്റെ മണം ഭയങ്കര. അതുകൊണ്ട് കൊതുക് അധികം അടുക്കുക. കൊതുക് തന്നെയുള്ള പ്രാണികളൊന്നും അതിനോട് അടുക്കുകയില്ല. അതിൻ്റെ അത്രയ്ക്ക് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് ബലേറിയാന മദർ ടിഞ്ചർ എണ്ണയ്ക്കകത്ത് പുരട്ടി. വേണമെങ്കിൽ അത് ഇച്ചിരി വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുളക, അതുപോലെ വെണ്ട, അതുപോലെയുള്ള പച്ചക്കറികൾക്കൊക്കെ അടിച്ചാൽ ഇൻസെക്ട് വരും. ഇൻസെക്ട് അടിക്കുകയില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട്. പിന്നെ പേൻ കയറുക, അതൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് പലർക്കും. പേന്, മുടി കൂടുതലുള്ളവർക്ക് പേനിൻ്റെ അസുഖം. ഞാൻ കൂടുതൽ കൊടുക്കുന്നത് സോറിനം ഹൈപ്പോട്ടക്സി.
അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാഫിസാക്രിയ 45 എണ്ണ പുരട്ടാനും കൊടുക്കും. പിന്നെ ഒരെണ്ണം മറന്നുപോയി, വിട്ടുപോയി, ഇൻഡിഗോ. പിന്നെ അതായത് ഞാൻ പറഞ്ഞോ, ഇൻഡിഗോ പറഞ്ഞായിരുന്നു. അയ്യോ പറഞ്ഞു സാറേ. ഞാൻ മറന്നുപോയത്. അത് സ്നേക്ക് ബൈറ്റിനും ഇതിനും വളരെയധികം നല്ലതാണ്. പിന്നെ ഫിയറിനും ആൻസൈറ്റിക്ക് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേറൊരു മരുന്ന് റെസ്ക്യൂറമഡ്. ഈ മൂട്ട കടിക്കുന്ന മൂട്ട കടിക്കുന്നതിനും ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ഇച്ചിരേച്ച മദർ ടിഞ്ചറൊക്കെ തന്നെ. ഇച്ചിരേച്ച കൊടുക്കും. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു, ബക്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ലഡം കൊടുക്കും. ബക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നോ? ബക്സിനെ കുറിച്ച്, ബെഡ് ബക്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അത് ക്യൂലെക്സ് ഇറിറ്റൻസ് തന്നെയല്ലേ? അതെ അതെ. ഡസ്മൈറ്റിനും അതെ അതെ, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറയും. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഹൈപ്പറിക്കാം കേട്ടോ, ഹൈപ്പറിക്കാം ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞില്ല. ഹൈപ്പറിക്കം ഈ ബെഡ് ബക്സിന് നല്ലതാ, മൂട്ടയ്ക്ക് നല്ലതാ. അത് പരത്തി അകത്തോട്ട് 3x കഴിക്കാം, അതിന്റെ ഓവർ പൊട്ടൻസി കഴിക്കാം. ഈ ഹൈപ്പറിക്കം 3x ആണോ? അത് അവിടെ പരട്ടുകയും ചെയ്യാം. കഴിച്ച ഭാഗത്ത് നല്ല ചോർച്ചയ്ക്കും ഇതുമൊക്കെ കണ്ടാൽ അത് പരട്ടാം. ഞാൻ മറന്നുപോയി, അത് ഓവർലാപ്പ് ചെയ്യുന്നു. ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എവിടാണെന്ന് ഞാൻ ഓർമ്മയില്ല. ഹോമിയോപ്പതി നല്ല മരുന്നുണ്ട് ഓർമ്മയ്ക്ക്, പക്ഷെ അത് കഴിക്കാൻ മറന്നു. അതാണ് ഏറ്റവും കുഴപ്പമില്ല. ഏതായാലും 45 മിനിറ്റ് ആയി. 15 മിനിറ്റ് ചോദ്യോത്തര വേള. ആർക്കെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും ചെയ്യാം. ആരുടെയും അനുഭവം ഉണ്ടെങ്കിൽ പറയാം. ഇതൊന്നും ഇല്ലെങ്കിൽ എന്റെ കുറെ അനുഭവങ്ങൾ ഞാനങ്ങ് പറയും. ആരും പറഞ്ഞില്ല, ആരെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞു. അതിനാണ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? കേൾക്കാം. ഡോക്ടറെ ഒരുപാട് ദിവസമായി ഡോക്ടറെ കണ്ടിട്ട്. ഡോക്ടറാണ്. അതെ അതെ അതെ. ഇപ്പൊ കണ്ടു. ഇപ്പൊ കണ്ട്. പാമ്പ് തുടങ്ങി പേൻ വരെയുള്ള എല്ലാം പറഞ്ഞു തന്നു സൂപ്പറായിട്ട്. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. താങ്ക് യു. ഒന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ദിവസമായി. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇന്ന് വന്നിരുന്നു, രാജേഷ്. എങ്ങാണ്ട് ഈ അറബ് കൺട്രീസിൽ നിന്ന് വന്ന് ബോംബെ വഴി വരാനുള്ളപ്പം ട്രെയിൻ മിസ്സായി. എന്നാലും എന്റെ വീട്ടിലോട്ട് വന്നു. എന്നിട്ടും പോയി അവര് അക്കോമഡേഷൻ ചെയ്തിട്ടുണ്ട്. രാജേഷിനെ അറിയാവോ? താമരശ്ശേരി. രാജേഷ് താമരശ്ശേരി. ഇല്ല ഡോക്ടറെ, അറിയില്ല. ഒരുപാട് സന്തോഷം ഡോക്ടർ. ഒരുപാട് പാമ്പ് തുടങ്ങി പേൻ വരെയുള്ള എല്ലാം പറഞ്ഞു. ഇനി ഒരൊറ്റ ഈ ടോക്ക് മാത്രം മതി എന്ത് കടിച്ചാലും കൊടുക്കാനായിട്ട്. എന്തായാലും താങ്ക് യു ഡോക്ടർ. ഓക്കെ, സന്തോഷം. സുരേഷ് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഡോക്ടർക്ക് ഒരുപാട് ആയുർവേദത്തിൽ ഒരുപാട് സംഗതികളുണ്ട്, പച്ചമരുന്നുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയില്ല, ഹോമിയോപ്പതി മാത്രമോ മതി. ഡോക്ടർ നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം. സാർ, ഞാനൊരു ഡൗട്ട് ചോദിക്കാനായിട്ട്. ഒന്ന്, സാർ പറഞ്ഞല്ലോ കാറ്റ് ബൈറ്റിന് ഉള്ള മെഡിസിൻ പറഞ്ഞല്ലോ. സാധാരണ ഇത് നമ്മുടെ മുമ്പിൽ മിക്കവാറും ഈ കേസുകൾ വരുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴേ
പലപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളിപ്പം മറ്റേ റാബീസിന്റെ ഒരു സംഭവം വരുവാണെങ്കിൽ പട്ടി അടിച്ചാൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയിട്ട് 3 വാക്സിൻ അല്ലെ 5 വാക്സിൻ എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മെഡിസിൻ കൊടുത്താൽ പിന്നെ വാക്സിൻ എടുക്കണ്ടേ? ഉറപ്പായിട്ടും എടുക്കാതിരിക്കാമോ? അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് അവർക്ക് ഉറപ്പ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഈ സത്യത്തില് എൻ്റെ അനുഭവത്തില് എന്നെ പല പ്രാവശ്യം ഈ പട്ടിയും കടിച്ചിട്ടുണ്ട്, പിന്നെ പാമ്പ് കടിച്ചിട്ടുണ്ട്, ഈ പൂച്ച കടിച്ചിട്ടുണ്ട്, എലി കടിച്ചിട്ടുണ്ട്. ഇതേവരെ ഞാൻ ഹോമിയോപ്പതി മരുന്നല്ല വേറെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ഇതേവരെ കുഴപ്പമൊന്നും വന്നില്ല. അത് എനിക്ക് പറയാൻ പറ്റും. പിന്നെ പേഷ്യന്റിന്റെ അടുത്തുള്ള ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? അത്ര ഉറപ്പ് കൊടുക്കാൻ പറ്റുമോന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. അതിന്റെ ബാക്കിയുള്ള അതിന്റെ ബാഡ് എഫക്ട്സ് ഒക്കെ കുറയും, പക്ഷേ ഇത് കുറയുമോന്ന് എനിക്ക് ഇതേവരെ ഒരു തിട്ടം വന്നിട്ടില്ല. നമുക്കൊരു 10 കേസിലും ഒരു കേസ് വല്ലപ്പോഴും ഒന്നും ഇങ്ങനെ വന്ന് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വേറെ 10 കേസ് 100 കേസുകൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് 100 കേസും വിജയിച്ചാലേ പറയാവൂ. അല്ലെങ്കിൽ നമുക്കത് പറയുന്നത് അത് തെറ്റാ. അതുകൊണ്ട് വല്ലപ്പോഴും എവിടെയെങ്കിലും ഒരു 1-2 റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഈ ഹൈഡ്രോഫോബിയ ആണെങ്കിലും ഈ നമുക്ക് അത് അതിൻ്റെ അകത്ത് ആ മൂണ്ടിൽ കൂടെ കയറിയെങ്കിൽ മാത്രമേ അയക്കാതെ വരത്തുള്ളൂ. എല്ലാ പട്ടികടിയും പിന്നെ ഇത് ആകണമെന്നില്ല. അപ്പൊ നിങ്ങൾ പോയി വാക്സിൻ എടുത്തോളാൻ പറയണം അല്ലേ? ഞാൻ നിർബന്ധിക്കാറുമില്ല, ഇതുമില്ല. അവര് സാധാരണ അങ്ങനെയുള്ളവർ വരാറില്ല. ചെറിയ ചെറിയ പൂച്ചമാന്തലുകളും ചെറിയ ചെറിയ പൂച്ചകഴിയും ഒക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഞാൻ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? അത് സമയമുണ്ടോ? ചോദിച്ചോ. സാർ അടുത്തൊന്ന് നമ്മളെ ഇപ്പൊ ഒരു വണ്ടിന്റെ ശല്യം ഉണ്ടല്ലോ, ഈ എന്തോ ഹൂഗ്ലി കൊണ്ടൊന്നും ഇടയ്ക്കല്ലേ ഇങ്ങനെ ഭിത്തി നിറച്ച് വീട് നിറച്ചങ്ങായിരിക്കുക. ഒരു രക്ഷയില്ല, വീട് നിറച്ചിതാണ്. എന്താ അതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള മെലേറിയന മദർ പിഞ്ചർ മേടിച്ചിട്ട് വെള്ളത്തിൽ നല്ലോണം കുറച്ച് കോൺസെൻട്രേഷൻ കൂട്ടി കലക്കിയിട്ട് അടിച്ചു കൊടുക്കും. കാറും പോകും. ഓക്കെ, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലേ? സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വന്നിരിക്കുന്ന സ്ഥലങ്ങളിലോ സ്ഥലത്തൊക്കെ അത് സ്പ്രേ ചെയ്യും. ഇത് സാധാരണ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഇത് വീട്ടിലുള്ളവർക്ക് ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് തന്നെയല്ലേ, ഇത് ചിലപ്പോ ഇടയ്ക്ക് ചെവിക്കകത്തൊക്കെ പോകും, മൂക്കിലൊക്കെ അത് തന്നെ. അപ്പൊ ഇതൊന്നും ചെയ്താൽ മതി അല്ലേ? അതെ സ്പ്രേ കുറെ ദിവസം അടുപ്പിച്ച് ചെയ്യണമായിരിക്കും. അടുപ്പിച്ച് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ കുറഞ്ഞു കഴിയുമ്പോൾ ചെയ്യണം. പിന്നെ അത് തന്നെയല്ല, വെളിയിലൊരു ലൈറ്റ്, നല്ല പവർഫുൾ ആയിട്ടുള്ള 2-3 ലൈറ്റ് ഇട്ടേക്കുക. അവത്തിന്റെ എന്തെങ്കിലും എണ്ണ മുക്കി കടലാസൊക്കെ അവിടെ വെച്ചിട്ട് അവത്തെ പറ്റി പിടിച്ചു. വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ട ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? വെള്ളത്തിൽ സ്പ്രേ ചെയ്യുന്ന ഞാൻ സാധാരണ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയിരിക്കുന്നത് ഞാൻ 1:5 1:5. കാരണം എന്നാലേ അതിന്റെ എഫക്റ്റീവ്നെസ് ഫുള്ള് കിട്ടുള്ളൂ. ഞാൻ അല്ലാതെ ചുമ്മാ മേത്ത് തേച്ച് നോക്കിയിട്ടുണ്ട്. ചുമ്മാ മേത്ത് കിട്ടിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അതിന്റെ മണം കൊണ്ട് എനിക്ക് തലവേദന ഉണ്ടാകും. ചെറിയാനായിട്ട് മണം ഒരുമാതിരി പൂച്ചയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. അതിന്റെ മണം ചെന്ന പൂച്ചയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. പരീക്ഷിച്ച് നോക്കാം. ഒരു 100% എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിരീക്ഷണത്തിൽ കൂടെ അല്ലേ ഓരോ കാര്യങ്ങളും കൂടുതൽ പഠിക്കുന്നത്. അതായത് ആദ്യം വിഷക്കേസൊക്കെ വരുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര വെപ്രാളവും ഇതുമൊക്കെ ആയിരുന്നു. എനിക്ക് ഉറക്കം വരികയും ഞാൻ അവരുടെ കൂട്ടത്തിൽ നേരം വെളുക്കുന്നതെന്ന് പഠിച്ചു കൂട്ടിയ ദിവസം ഒരു 3-4 കേസ് കിട്ടിക്കഴിയുമ്പോൾ ഇത് മാത്രമല്ല, ഞാൻ ആദ്യം ഒരു കൊച്ചിന് പനി വന്ന് എൻ്റെ അടുത്ത് പാസ്സായ ഉടനെ അതിന് പനി പറയാതെ വന്നപ്പോൾ ഞാൻ സർവ്വ ദൈവങ്ങളെ വിളിച്ച് താഴെ ഇറക്കിയ ദിവസങ്ങളുണ്ട്. അതുപോലെ ഒരു ഒഴിച്ചിൽ വന്നപ്പോൾ. പക്ഷെ ഇപ്പൊന്നും അങ്ങനെ തോന്നാറില്ല. നമ്മൾ ആദ്യം സൈക്കിൾ ഓടിക്കുമ്പം കൈ പിടിച്ചോണ്ട ഒരു ദിവസം വരും കൈ പിടിക്കാതെ സൈക്കിൾ ഓടിക്കാവും എന്ന് പറഞ്ഞിട്ട് ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ എക്സ്പീരിയൻസ് നേടുകാവുന്നതാണ് ഏറ്റവും ഞാൻ നുണയൊന്നും പറയല. എനിക്ക് വേണേൽ പറയാം, ഹൈഡ്രോഫോബിയക്ക് വേണേ ഇത് കൊടുത്തു, അത് ഡൈസിൻ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് ഒരാളെ ജീവൻ വെച്ച് കൈ പണ്ടാടാൻ നമ്മളെ പ്രാപ്തരല്ല.
സാറേ ശരിയാണ് സാർ പറഞ്ഞത്. എൻ്റെ വല്യച്ഛനൊക്കെ ചികിത്സിച്ചുകൊണ്ടിരുന്ന കാലത്ത് വീടുകളിൽ പോയല്ലേ ചികിത്സിക്കുന്നത്. രാത്രിക്ക് അവിടെ പോയി കുത്തിയിരുന്ന് രോഗം ഭേദമാക്കിയിട്ടാണ് വീട്ടിൽ വരിക. എന്നെ പാമ്പ് ഈ പറഞ്ഞ കൊണ്ട് അവിചാരിതമായിട്ട് കണ്ടിട്ട് എൻ്റെ അനിയൻ പരമേശ്വരക്കുറുപ്പ് എന്ന് പറയും, കോട്ടയത്ത് നിന്നും പേപ്പറിൽ കാണും. ഇത് വരും. പുള്ളിയെ ചെറുപ്പത്തിലെ 5 വയസ്സുള്ളപ്പം വളവുഴുപ്പം കഴിച്ചിട്ടുണ്ട്. അന്നൊരു വിഷകാരിയുടെ അടുത്ത് കൊണ്ടുപോയി നാട്ടു ചികിത്സ ചെയ്താ പറഞ്ഞു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ ദിവസം. പുള്ളി ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുമായിരുന്നു. അന്ന് ഞങ്ങളുടെ ഒരു ചെറിയ വീടാണ്. ആ ചെറിയ വീടിന് ഈ ഫൗണ്ടേഷന് കല്ലിന് പോതുകളുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു പാമ്പ് ചാടി വന്ന് പുള്ളിയെ കാലെ കൂടെ കഴിഞ്ഞു വന്നിട്ട് കൊത്തിയിട്ട് സ്ഥലം വിട്ടു. പക്ഷെ ഏതായാലും അമ്മ ഓടി വന്നപ്പോഴത്തേനും പാമ്പ് പോയി. പിന്നെ അന്നേരം തന്നെ അടുത്തൊരു വിഷകാരിയുടെ അടുത്ത് കൊണ്ടുപോയി ഒരു 2-3 ദിവസം കൊണ്ട് കുറഞ്ഞു. എന്നാൽ അവരുടെ കൂട്ടത്തിലിരിക്കും. അതാ ഞാൻ പറഞ്ഞു, ഉറങ്ങാതെ കൂട്ടത്തിലിരിക്കും, കൂടെ ഇരിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശരിയാണ്. പിന്നെ ആയുർവേദത്തിലൊക്കെ ചിലർക്ക് മന്ത്രവും തന്ത്രമൊക്കെ അറിയാവുന്ന പറയുന്നത്. ഒരുപാട് ഇതുകൊണ്ട് ആയുർവേദത്തിൽ. ഡോക്ടർക്ക് ആയുർവേദം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. മന്ത്രങ്ങളുണ്ട്. അതും അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. പിന്നെ ഞാനിത് നമ്മളിപ്പോ നമ്മുടെ സബ്ജക്റ്റ് ഹോമിയോപ്പതി കൂടെ ഉള്ള പോയിസണെ കുറിച്ച് പറയാനായിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണ് ഹോമിയോപ്പതി മാത്രം പറഞ്ഞുകൊണ്ട്. അല്ലാതെ ചില ഇന്ത്യൻ മെഡിസിനും ചില ഹെർബ്സും ചില ആയുർവേദ ഇത് കോമ്പിനേഷൻസും ഒക്കെ ഉപയോഗിച്ചാൽ പറയുന്നത് ഒരുപാട് പുസ്തകത്തിൽ നിന്നും ചില ഇതിൽ നിന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തിന് വരുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ കാണാം. 9 തൊട്ട് 12-ാം തീയതി വരെ ഈ മാസം ഞാൻ തിരുവനന്തപുരത്തുണ്ട്. 9 മുതൽ 12 വരെ. ഡോക്ടർ ഇതേവരെ ഒരു വാട്സപ്പ് ഉണ്ടാക്കിയില്ല. എന്റേതിന്റെ അകത്ത് വാട്സപ്പ് ഉണ്ടാക്കിയിട്ടില്ല. സാറിന്റെ നമ്പർ കിട്ടുമ്പോ ഞാൻ അത് ചെയ്യാം. ഇപ്പൊ തന്നെ എഴുതിയെടുത്തു. 944 എഴുതിക്കോട്ടെ. 944 68 59 431 9446859 എനിക്കൊരു വാട്സപ്പ് ഉണ്ടാക്കിയില്ല. അന്നേരം ഞാൻ തീർച്ചയായിട്ടും എനിക്ക് വരാൻ പറ്റിയില്ല. എന്റെ ചില ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അല്ലെ ഞാൻ താങ്കളെ അങ്ങോട്ട് വന്ന് കണ്ടത്. ഞാൻ അതാ പറഞ്ഞ, ഞാൻ അതിന് അഡ്രസ്സും വിവരങ്ങളും ഞാൻ തരാം. സമയം നാളെ തന്നെ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ണിന്റെ അസുഖം ഏകദേശം 5-6 മാസം ആയില്ലേ? കുഴപ്പമില്ല. ഇപ്പൊ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സമയം വന്നില്ല. ഞാൻ വീണ്ടും സാറിനെ കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അന്ന് നമ്മള് റെപ്പറ്റീഷന്റെ ആവശ്യമില്ല. ഞാൻ 4 വർഷം മുമ്പ് കഴിച്ചതായത്. പിന്നെ ഇതേവരെ ഒറ്റ ഡോസ് പോലും കഴിക്കേണ്ടി വന്നില്ല. പക്ഷേ വേറെ ചിലതിന് ഫോസ്ഫറസ് കഴിച്ചിട്ടുണ്ട്, അല്ലാതെ ഈ സംഗതിക്ക് കഴിച്ചിട്ടില്ല. വേറെ ചില ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വന്നുകൊണ്ട് കഴിച്ചിട്ടുണ്ട്, അത് ഈ സംഗതിക്ക് കഴിച്ചിട്ടില്ല. അതെനിക്ക് വളരെ ഉപയോഗപ്പെട്ടു. ഞാൻ പിന്നെ ഒരു പ്രോബ്ലം വന്നില്ല, പിന്നെ കഴിക്കേണ്ടി വന്നില്ല. മരുന്ന് സൂക്ഷിച്ചു. ഡോക്ടർക്ക് തന്നെയല്ല, ഞാൻ അത് കഴിഞ്ഞ് ഒരു 10-15 ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് പറഞ്ഞു കൊടുത്തു. അവര് വേറെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കി. എല്ലാം കൂടെ ഒരു 10-40 പേർക്ക് ഇപ്പം ഇതുപോലെയുള്ള ഈ കാപ്പിലറി ബ്ലീഡിങ് കണ്ടിട്ടുള്ളത് ഓപ്പറേഷൻ ചെയ്യാതെയും അല്ലെ ഇത് ലേസറൈസ് അടിക്കാതെ അവർ രക്ഷപ്പെട്ടു. അതെ 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 അതെ. അത് ഏത് മരുന്നാന്നൂടെ പറഞ്ഞു തരും സാറേ? ഫോസ്ഫറസ് 0/3. ഞാൻ എപ്പോഴും ഒരു ഹോമിയോ ഡോക്ടറോട് എപ്പോഴും പറയും, എനിക്കുള്ള കൺസൾട്ടിംഗ് ഫീ അയച്ചു തരണമെന്ന് പറയും. പൈസ അവര് ലേസറൈസിന് പോകാനെല്ലാം അപ്പോയിന്റ്മെന്റ് വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ ആഴ്ച എനിക്കൊന്ന് തന്നിട്ട് നിങ്ങൾ വേണം ലേസർ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒരുപാട് സാറിനെ കാണുമ്പോ ഞാൻ ചായ മാറ്റി തരാം, ഉറപ്പായിട്ട്. എനിക്ക് ചായ ദൈവത്തിന് നന്ദി, ഹോമിയോപ്പതിക്കും നന്ദി പറഞ്ഞാൽ സാറേ. ഞാനിപ്പോ ചോദിക്കാൻ വന്നത് സാറേ, ഞാൻ ചോദിക്കാൻ വന്ന ഒരു ഡൗട്ട്, പൊതുവിൽ ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ധാരണയുണ്ട്
എന്തെങ്കിലും പ്രാണികൾ കടിക്കുകയോ അതിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം പോയി ടെറ്റനസ് എടുക്കണം. ടെറ്റനസ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്തോ മരുന്നോ കൊടുത്തോ എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. പ്രാണികൾ കഴിച്ചാൽ ടെറ്റനസ് ഒന്നും വരികയില്ല. അതിനകത്ത് മുറിവുകൾ വളരെ ആഴത്തിനുണ്ട്, ചിലപ്പോൾ ടെറ്റനസ് എടുക്കണം. പക്ഷെ ഞാൻ ഇതേവരെ എടുത്തിട്ട് ആർക്കും എടുക്കാനും പറഞ്ഞിട്ടില്ല. ഞാൻ ആരെയും പ്രിവെന്റും ചെയ്യാറില്ല. ഞാൻ ഞാൻ ഹൈപ്പറിക്കോ ലഡോ എല്ലാം കൊടുക്കാറുണ്ട്. അത് മതിയോ ആ സാർ? ഞാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കുറയാറുമുണ്ട്. പക്ഷേ അതെ അതെ ഫസ്റ്റ് നമുക്ക് വേണ്ടി നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമ്മളെ അതെ കാണുമ്പോഴേ നമ്മളെ കണ്ട് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ പേഷ്യന്റ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്? അവർ ഓടിപ്പോകും. നമ്മുടെ അതെ പെരുമാറ്റം കാണുമ്പോഴേ ഇത് കാണുമ്പോഴേ അവർക്ക് തോന്നുന്നു, ഓ ഇയാൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, പിന്നെ എങ്ങനെ ഇയാളുടെ അടുത്ത് പോകുന്നു ഒരു തോന്നൽ. ഞാനും അത് വളരെ ഈസിയായി. ഇതൊക്കെ വെറും നിസ്സാര കാര്യമല്ല. ചെറിയ ചെറിയ ലഡോ ഇതിനൊന്നും ഹൈപ്പറിക്കും അതിന്റെ ആവശ്യമില്ല. ചെറിയ ഇൻസെക്ട് ബൈറ്റിനൊന്നും സത്യത്തിൽ ടെറ്റനസിന്റെ ആവശ്യമില്ല. വലിയ മുറിവുകളാണെങ്കിൽ ചിലപ്പം വേണ്ടി വന്നേക്കാം, അല്ലാതെ അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഇന്നേവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ എങ്ങനെയാണ് അത് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ചെയ്യുന്നത്. അതെ 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 ഒരാൾക്ക് പോലും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതാണെങ്കിൽ ഞാൻ അവർക്ക് തൊടുവരാം. അത് എനിക്ക് ദൈവം അനുകരിച്ചിട്ട് ഒരു ഇൻഡ്യൂഷൻ തരും. അവരുടെ ചോദ്യത്തിനും സംസാരത്തിനും. അതിന് ഇപ്പൊ ഡോക്ടർക്ക് അറിയാം, സുരേഷ് ഡോക്ടർക്ക് അറിയാം. അതായത് ഫേസ് റീഡിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പേഷ്യന്റിന് വരുമ്പം അത് കേട്ട് അതിൽ നിന്ന് നമ്മൾ ഗമനിക്കുന്ന ചില ഇതുണ്ട്. പേഷ്യന്റിന്റെ കോൺഫിഡൻസിൽ അവിടെ അളക്കുന്ന ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ പി.കെ. സുരേഷിന് അതൊക്കെ അറിയാവോ? സാർ നമ്മൾ ചെയ്യാറുള്ളതാ ട്രീറ്റ്മെന്റിൽ. അത് തീർച്ചയായിട്ടും അത് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ട്രീറ്റ്മെന്റിൽ അത് പുരോഗമിക്ക വിശ്വാസമുണ്ടോ, അത് കുറയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാണ്. കാരണം നമ്മുടെ സംസാരം അതേ രീതിയിലാണ്. ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാറേ. സാറേ ഒന്നൂടെ ഈ നമ്മുടെ ഇവിടെ ഈ പൊന്മുടി ഭാഗത്ത് നിന്നൊക്കെ കൊളയട്ട കഴിച്ചിട്ട് കടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ കയറി വരുന്നുണ്ട്. എന്നാ കഴിച്ചിട്ടാ? എന്നാ എനിക്ക് മനസ്സിലായില്ല. കൊളയട്ട അത് ഞാൻ പറഞ്ഞല്ലോ. ലീച്ചസിന് ഞാൻ പറഞ്ഞല്ലോ, ലീച്ചസിന് ലാക്കസിസ് കൊള്ളാവുന്ന ഒരു മരുന്ന്. ഞാൻ പറഞ്ഞോ ഒന്ന് സാറ് പറഞ്ഞായിരുന്നു. അട്ടയ്ക്ക് പറഞ്ഞു ആ മരുന്ന് തന്നെ കൊടുത്താൽ മതിയല്ലോ കൊളയട്ടയ്ക്ക്. പറയാം ഒന്നുകൂടെ കൺഫേം ചെയ്യാം. പറഞ്ഞായിരുന്നു വെള്ളത്തിൽ വളരുന്ന അട്ട എന്ന് പറഞ്ഞായിരുന്നു. വെള്ളത്തിലുള്ള അട്ട എന്ന് പറയുന്നത് മറ്റേ ഇതാണോ ഈ കൊളയട്ട? നമ്മളെ കുളിക്കുമ്പോ ഒക്കെ നമ്മുടെ ധാരത്തിൽ കൂടെ ഒക്കെ അത് കയറാൻ സാധ്യതയുണ്ട്. എന്നാലും വളരെ ശ്രദ്ധിക്കേണ്ടി വരണം. എനിക്ക് കൊച്ചിക്ക് അത് പറ്റിയിട്ടുണ്ട്. എന്റെ ചേച്ചി കണ്ടു. എന്റെ ഏനൽ ഭാഗത്തൂടെ ഒരു അട്ട കയറി പോകുന്ന എന്റെ ചേച്ചി കണ്ടു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറയട്ടെ, ദേവൻ ഡോക്ടർ പറയട്ടെ. അല്ല, ഹലോ, ഞാൻ അമ്പലത്തിൽ ഉത്സവ സ്ഥലത്ത് നിൽക്കുക. ഹലോ, അതിന് കുഴപ്പമില്ല, എവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് ആറാട്ടുത്സവമായിരുന്നു ധന്വന്തരി ക്ഷേത്രം. അവിടെ ഏറ്റവും ഫേമസ് അതെ അതെ. അപ്പൊ ഇന്നാണ് ആറാട്ട്. നല്ല ധന്വന്തരി ക്ഷേത്രം മരിച്ചൊരു. ഇവിടെ അട്ടയും മുക്കുടിയൊക്കെ, അട്ടയും മുക്കുടി എന്നൊക്കെ പറയേണ്ട ഒരു കുഴമ്പുണ്ട്. ഒരു കുഴമ്പുണ്ട് മുക്കുടി അട്ട. അത് ചില അമ്പലത്തിലൊക്കെ ഈ നീലമ്പേരൂർ, കുറിച്ചി നീലമ്പേരൂർ അവിടെ ഉണ്ട്. അവിടെ ആൾക്കാർ എട്ടുകാരി കഴിച്ചാൽ എല്ലാവരും അങ്ങോട്ട് പോകും. അവിടെ ഏതാണ്ട് ഒരു പരിപാടി ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് ക്ലാസ് എന്തായാലും നന്നായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ അമ്പലമായതുകൊണ്ട് കൂടുതൽ വണ്ടിയുടെയൊക്കെ സൗണ്ട്, അപ്പൊ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു ഞങ്ങൾ കേൾക്കാം. അമ്പലത്തില് നന്ദി പറഞ്ഞേരേ സാറിന്. എന്തായാലും ക്ലാസ് തുടക്കം മുതൽ കേട്ടെങ്കിലും എനിക്ക് ഒന്നും ഇടയ്ക്ക് കയറാൻ പറ്റാതിരുന്ന അമ്പലത്തിന്റെ ആ തിരക്ക് കൊണ്ടാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത ക്ലാസ് നയിച്ച ഡോക്ടർക്കും പിന്നെ ക്ലാസ്സിൽ പങ്കെടുത്ത മറ്റുള്ള ഡോക്ടർമാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു മിനിറ്റ് കേൾക്കാവോ? ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് 12-ാം തീയതി വരികയാണ്. അന്നേരം ഇവിടെ ട്രിവാൻഡ്രത്ത് പലരെയും സാറിന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വരാൻ സാറിനെ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു വെന്യൂ
നോക്കി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെ ഫൈനലൈസ് ചെയ്യും. അവിടെ വെച്ച് സാറ് പട്ടത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പ്രത്യേകിച്ച് കാണണമെന്നുള്ളൊരു ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം കാര്യങ്ങൾ. ഞാനും കാണുവേ. കാണുമല്ലോ. പിന്നെ ജയചന്ദ്രൻ ഡോക്ടർ കാണുമോ? കാണും കാണും. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സാറിനെ കാണാം. ഒരുമിച്ച് അപ്പോൾ നമ്മൾ പട്ടത്തും അല്ലെങ്കിൽ ശ്രീമൂലം ക്ലബിലോ അങ്ങനെ 2 രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നോക്കി വെച്ച് ഇന്നോ നാളെ ഫൈനലൈസ് ചെയ്യും. ആ സ്ഥലം ഒന്ന് വെന്യൂ ഫൈനലൈസ് ചെയ്യും. ഇവിടെ ആരെയും കാണാം. സാറിന് ഒരു ട്രീറ്റും കൊടുത്താൽ സാർ അപ്പോൾ സാർ വേറെ ആരെങ്കിലും കൂടെ ഒക്കെ കാണാനുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളൊരു പിന്നെ ധനേഷ് ഡോക്ടറെ കണ്ട് അറിയിച്ചിരുന്നെന്ന് പറഞ്ഞു, ജോസ് ഡോക്ടർ. അപ്പോൾ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ആരൊക്കെ ഉണ്ടാകുന്നുള്ള ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വിളിച്ചത്. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് സാറിൻ്റെ ക്ലാസ് എപ്പോഴും അനുഭവങ്ങൾ നിറഞ്ഞതാണല്ലോ. ഞാൻ എന്നിട്ട് അനുഭവങ്ങളൊന്നും പറഞ്ഞില്ല. അനുഭവങ്ങൾ പറയാനായിട്ടുള്ള സമയം കിട്ടിയില്ല. നമുക്ക് വേറൊരു ദിവസം വെക്കാം സാറേ. എന്താ 2 പറയാനും മാത്രമുള്ള സംഗതി അകത്തില്ല. ഉള്ള കാര്യം പറയാവുന്ന. അല്ല, ഇവിടെ ഒത്തിരി ആൾക്കാർ സംസാരിക്കാനുണ്ട്. അപ്പൊ അത് വരും അടുത്തൊരു. അതെ, വേറെയുള്ളവർക്ക് കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. കുറെ അനുഭവങ്ങൾ പറയാം. അത് റെപ്പറ്റീഷൻ ആകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് അതൊന്നും കൂടുതൽ പറയാൻ. നേരത്തെ ഞാൻ പറഞ്ഞു കാണും ചിലപ്പോ, അതുകൊണ്ടാണ് അതൊന്നും കൂടുതൽ പറയാൻ. പിന്നെ കുറെ പുതിയ അനുഭവങ്ങളുണ്ട്, അതുകൂടെ ചേർക്കാം. പിന്നെ സാറ് മ്യൂട്ടായി പോയി. ധനേഷ് ഡോക്ടർ ഞാനൊന്നും ചെയ്തില്ല, വേറെ ആരോടും വല്ലതും ചെയ്തതായിരിക്കും. ഞാൻ അനങ്ങിയില്ല, ഇരുന്ന അതേ പൊസിഷനിൽ തന്നെയാണ്. ധനേഷ് ഡോക്ടർ നാളത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? ഇപ്പൊ ഒരു പുതിയ അതിഥിയാണ് വരുന്നത്. അത് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഷഫീഖ് ഡോക്ടർ വിളിച്ച് ഡേറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോഴാണ് നോക്കിയപ്പോഴാണ് ഓർമ്മ തെറ്റിപ്പോയത്. ഒരു ചില സമയത്തൊക്കെ ഇങ്ങനെ വരും. ഇത്രയൊക്കെ തിരക്കായിട്ട് ഇരിക്കുമ്പോ ചെറിയ തെറ്റൊക്കെ പറ്റാം. അതൊക്കെ ഞങ്ങളൊക്കെ അങ്ങ് ക്ഷമിക്കും, കുഴപ്പമൊന്നുമില്ല. അന്നോരം അല്ലല്ലോ പറയുന്നത്, നേരത്തെ പറയുന്നുണ്ട്. ശരി, എന്തായാലും നല്ലൊരു ക്ലാസ് നമുക്ക് ഇന്ന് ലഭിച്ചു. ഏതായാലും സാർ ഒരു സർവകലാ വല്ലഭൻ എന്ന് പറഞ്ഞ പോലെ പാമ്പും പിടുത്തത്തിന് വരെയും പോയിട്ടുണ്ട്. ഏത് കാര്യം ഉണ്ടെങ്കിലും സാറ് അതിലെ ഒരു എക്സ്പീരിയൻസ് സാറിന് കാണും. അത്രയ്ക്ക് നല്ല അനുഭവങ്ങളുള്ള സാറിൻ്റെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. സാറിന് ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അതുപോലെ ഇന്നത്തെ സ്കൂളിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ 1339 സൂം വെബിനാർ നല്ല ഭംഗിയായിട്ട് അവസാനിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. താങ്ക് യു.